ഫാമിലി എന്തോ സെക്കൻഡ് ഹാഫ് കിട്ടില്ല, ഭയങ്കര പേസ് ആണ്, അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി 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 എല്ലാം കോമഡി എല്ലാം നല്ല അടിപൊളി മൂവി. കുറേ നാൾക്ക് ശേഷം ഫുൾ ത്രൂ ഔട്ട് ചിരിക്കാൻ പറ്റി. നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു, നല്ല കഥ, നല്ല പിന്നെ ബേസിലും പൃഥ്വിരാജും നല്ല കോമ്പിനേഷൻ, നന്നായിരുന്നു. അങ്ങനെ ഫീലൊന്നും ചെയ്തില്ല, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓവറോൾ നല്ലൊരു ഫാമിലി എന്റർടൈനർ മൂവി, എല്ലാ ആൾക്കാർക്കും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മൂവി. ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കാം എന്തായാലും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എല്ലാ ക്രൗഡിനും ഇഷ്ടപ്പെടും എന്നുള്ളതാണ് കണ്ടിട്ട് തോന്നിയത്. താങ്ക് യു. കുഴപ്പമില്ല, നല്ല പടം, അത്യാവശ്യം ചിരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. വിപിൻദാസിന് എന്താ പറയുക, ജയ് ശേഷം ഒരു നല്ല സിനിമ, പ്രത്യേകിച്ച് ബേസിലും പൃഥ്വിരാജും ഒക്കെ എല്ലാവരും നന്നായിട്ട്, നല്ല കുടുംബത്തിൽ നന്നായിട്ട്, വളരെ നന്നായിട്ട്. എന്താ പറയുക, നമ്മളെ ട്രെയിലറെ കണ്ടുകൊണ്ട് അതിനിടയ്ക്ക് വളരെ നന്നായിട്ട് തന്നെ തിയേറ്ററിൽ ആസ്വദിക്കാൻ പറ്റുന്ന പ്രോഗ്രാം. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ നിന്ന് കാണാൻ നല്ല സിനിമ പൊളിയാണ്. എന്താ ഒരു ഫാമിലി എൻ്റർടൈനർ പടത്തിൽ ഇത്രയും തിയേറ്റർ എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈം എനിക്ക് കിടിലം പടം, ഒരു രക്ഷയില്ല. പിന്നെ ക്ലൈമാക്സിലെ കുറച്ച് സാധനങ്ങളൊക്കെ ഒരു രക്ഷയില്ല. പിന്നെ എന്താ പറയുക, സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ കിടിലുമാണ്, കാണുക, മസ്റ്റ് വാച്ച്. രാജു പറയണ്ടല്ല, മാസം. പിന്നെ മസ്റ്റ് വാച്ച് പടമാണ്, പോയി തിയേറ്ററിൽ പോയി തന്നെ കാണാം, കിടിലം പടം. ഇങ്ങനെ അറിയില്ല, നല്ല റിപ്പോർട്ടാണ് കേട്ടത്, പക്ഷെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. തമാശയുണ്ട്, പക്ഷെ തമാശയ്ക്ക് പറയുന്നത്ര നിലവാരമോ ലോജിക്കോ ഒന്നും ഇല്ല, റിയലിസ്റ്റിക്കോ അല്ല. ഒരു കല്യാണം ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് കാണിക്കുന്നത് ഒട്ടും റിയലിസ്റ്റിക് അല്ല. എനിക്കത് കണ്ടിട്ട് ചെയ്യാം, കണ്ടിരിക്കാം. ജസ്റ്റ് എല്ലാവരും അഭിനയം നല്ലതാണ്, അഭിനയൊക്കെ നല്ലതാണ്, സിനിമയിൽ ലോജിക്കില്ല, ഒട്ടും റിയലിസ്റ്റിക്കും അല്ല. ആദ്യമേ ചിരി തോന്നി, കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് കുഴപ്പമില്ല.